ഇന്നൊരു 1/2 kg വെയിറ്റ് വരുന്ന നല്ല അടിപൊളി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം ബൗളൊക്കെ എടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് ഒരു അരിപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്, ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 തവണയായിട്ട് അരിച്ചെടുക്കാം. ഞാനിവിടെ അരിച്ചെടുക്കുന്നില്ല, ഇതേപോലെ ഒന്ന് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എഗ്ഗ് എപ്പോഴും നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എഗ്ഗ് എടുക്കരുത്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാനില എസെൻസ് ആണ് കയ്യിലുള്ളതെങ്കിൽ അത് ആഡ് ചെയ്യാം. പക്ഷേ പൈനാപ്പിൾ എസെൻസ് ആഡ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബട്ടർ കേക്കിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനായിട്ടാണ് കേട്ടോ. അതല്ല, നിങ്ങൾക്ക് വാനില എസെൻസിനും അതല്ലെങ്കിൽ പൈനാപ്പിൾ എസെൻസിനും പകരം ബട്ടർ എസെൻസ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിന് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ മൈദ എടുത്ത സെയിം കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര എടുക്കുന്നുണ്ട് കേട്ടോ. പൊടിച്ചിട്ടുള്ള അളവാണ് 1 കപ്പ്, പൊടിക്കാതെയാണ് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് എടുക്കുക. പിന്നെ ബട്ടർ കേക്ക് ഗീ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇതുപോലെ പൊടിച്ചിട്ട് പഞ്ചസാര ഇടുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മളൊന്ന് എഗ്ഗ് ബീറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ 2-3 തവണകളായിട്ട് നമ്മൾ പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരണം. ആ ഒരു ഫ്ലഫിനെസ്സാണ് നമ്മളുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ്സും അതുപോലെ കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നമുക്ക് തരുന്നത്. അപ്പോൾ ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എഗ് യോക്കിൻ്റെ കൂടെ നമ്മളുടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നേരത്തെ നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് മിക്സ് ചെയ്ത് ആദ്യം മാറ്റി വയ്ക്കുക. എന്നിട്ട് എഗ് വൈറ്റ് നന്നായിട്ട് ഇതേപോലെ ഷുഗർ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യാം. കുറച്ചും കൂടി എളുപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരുമിച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ ദേ എഗ്ഗ് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ആദ്യം പകുതി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ സ്പീഡിൽ ഒരിക്കലും നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതിന് ശേഷം ബീറ്റർ ഇടരുത്. ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, നമ്മളിന്ന് ബട്ടർ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബട്ടറാണ് മെയിനായിട്ടുള്ള ഐറ്റം. അപ്പോൾ 1/2 കപ്പ് പാലും 1/2 കപ്പ് ബട്ടറും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ ബട്ടർ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ കുറേശ്ശെ ഷുഗറൊക്കെ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു 2 മെത്തേഡ് ചെയ്യുമ്പോഴുള്ള നമ്മുടെ ബാറ്ററിൻ്റെ ടെക്സ്ചർ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ ബാറ്റർ കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു ടെക്സ്ചർ ആയിരിക്കും. പക്ഷേ നമ്മൾ ബട്ടർ ആദ്യം ബീറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ബാറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കും. അതിൻ്റെ ടെക്സ്ചറിനും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഏതാണ് നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി. ടേസ്റ്റ് എല്ലാം ഒരേപോലെ തന്നെയാണ്. പിന്നെ ആ ഒരു മെത്തേഡിൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു മെത്തേഡിലും കൂടി നമ്മുടെ ബട്ടർ കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ നമ്മുടെ പാലും ബട്ടറും കൂടി മെൽറ്റ് ചെയ്ത് വെച്ച ആ ഒരു മിക്സും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ഒരു കാരണവശാലും നമ്മൾ മിക്സ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു അളവ് നമ്മൾ 1/2 kg ബട്ടർ കേക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. 1 kg ബട്ടർ കേക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറയുന്ന മെഷർമെൻറ്റ്സിൻ്റെ എല്ലാം ഡബിൾ എടുത്താൽ മതി. മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്റർ ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു
ടിന്നാണ് എടുത്തേക്കുന്നത്. ഒത്തിരി ഹൈറ്റൊന്നും വന്ന് പൊങ്ങിയൊന്നും പോകത്തില്ല, കാരണം നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഈ ഒരു ബാറ്റർ ആണെന്നുണ്ടെങ്കിലും കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ്. അപ്പോൾ ഒത്തിരി അങ്ങ് ഹൈറ്റിലൊന്നും വരില്ല, നമ്മൾ ഒഴിക്കുന്നതിലും കുറച്ചൊരു ഹൈറ്റ് മാത്രമേ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 6 ഇഞ്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ ബട്ടർ കേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിക്കുന്ന കേക്ക് ആയത് കാരണം കുറച്ച് ഹൈറ്റ് കുറവിൽ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ബാറ്ററും ഇതേപോലെ 7 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യേണ്ടത് ഓവൻ. എന്നിട്ട് ടിന്നിലേക്ക് ആക്കിയതിന് ശേഷം ടിന്നൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു കാരണവശാലും ഭയങ്കര ഫോഴ്സിലൊന്നും ടാപ്പ് ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ലൈറ്റായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് നമ്മൾ അതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാം. ഇനിയിപ്പോൾ നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 40 മിനിറ്റ് ടൈം എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ബേക്ക് ആവാനായിട്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുമ്പോൾ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കട്ട് ചെയ്യുക. ഉണ്ടാക്കി അന്ന് തന്നെ നന്നായി തണുത്തിട്ട് നിങ്ങളൊന്ന് റാപ്പ് ചെയ്തിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഇതേ നല്ല വൈറ്റായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർ കേക്കാണ്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, കാരണം അത്രയും സോഫ്റ്റും ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അയക്കാം. ടാറ്റാ.